So what is a vector? എന്താണ് ഒരു വെക്റ്റർ? വെക്റ്റർ ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ജീൻ. ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാരിയർ ആണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ ക്യാരിയിങ് എ ഡോണർ DNA ഫ്രം ദ ഹോസ്റ്റ് ടു റെസിപ്പിയന്റ്. അതായത് ആരാണോ ജീൻ, ഏത് ഓർഗാനിസത്തിൽ നിന്നാണോ ജീൻ എടുക്കുന്നത്, ആ എടുത്ത ജീനിനെ ഏത് ഓർഗാനിസമാണോ ജീൻ റിസീവ് ചെയ്യുന്നത് ആ ജീനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കാരിയറാണ്, മൾട്ടിപ്ലയർ ആണ്, ഒരു വെഹിക്കിളാണ്, ഒരു ഫെസിലിറ്റേറ്റർ ആണ്. ഇതെല്ലാം ഒരു വെക്ടറിന്റെ ജോലിയാണ്. സോ വെക്ടർ ഈസ് എ DNA ഫ്രാഗ്മെന്റ് ദാറ്റ് ക്യാരി ദി ഡോണർ DNA ഫ്രാഗ്മെന്റ് ഫ്രം ദി ഹോസ്റ്റ് ടു ദി റെസിപ്പിയന്റ്. In order to do this, so always vector is a fragment of DNA molecule. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വെക്ടേഴ്സ് എല്ലാം ഏതെങ്കിലും ഓർഗാനിസത്തിൽ നിന്നുള്ള DNAയുടെ പീസുകളാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് we can use plasmid vectors. What are plasmid vectors? ബാക്ടീരിയയിൽ കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ DNAക്ക് നമ്മൾ പറഞ്ഞ പേരാണ് പ്ലാസ്മിഡ്സ്. സോ പ്ലാസ്മിഡ്സ് ആർ ദി എക്സ്ട്രാ ക്രോമസോമൽ DNA present in the bacteria. They are best suited as vectors. രണ്ടാമത്തത് the phage DNA. What is phage DNA? We know the bacteriophage. They are having a DNA and that DNA can be used as a vector. അത് phage vector. മൂന്നാമത്തത് ഈ പ്ലാസ്മിഡ് വെക്ടറും phage വെക്ടറും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഹൈബ്രിഡ് വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. By combining the properties of plasmid vectors and phage vectors, we can use them as a hybrid vector. ഒരു ഹൈബ്രിഡ് വെക്ടർ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കുറേ വെക്ടേഴ്സ് ഉണ്ട്. അപ്പം ബേസിക്കലി വെക്ടേഴ്സ് ആർ മീനിങ് DNA fragments from the organisms. It can be either from bacteria, it can be from virus, it can be from yeast, or it can be a fusion product of different kinds of DNA fragments. And in order to perform the duties of a vector, ഒരു വെക്ടറിനെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ, ഒരു DNA ഒരു വെക്ടർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്താണ് വെക്ടർ ചെയ്യുന്നത്? ഒരു ഹോസ്റ്റ് ജീനിനെ, അതായത് ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൽ നിന്നുള്ള ജീനിനെ ഇത് സ്വാംശീകരിച്ച് അതിനകത്തോട്ട് ചേർക്കുന്നു. അതോടൊപ്പം ആ ചേർത്ത ജീനിനെ, വെക്ടറിന് എപ്പോഴും മൾട്ടിപ്ലൈ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നതോടൊപ്പം ഈ ഹോസ്റ്റ് ജീനിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3, ഈ വെക്ടർ ഏത് ഓർഗാനിസത്തിലായിട്ടാണോ ജീൻ കൊടുക്കേണ്ടത് അതിനകത്തോട്ട് അങ്ങ് കയറി പോകുന്നു, പോയി ഈ ജീനിനെ കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ഈ വെക്ടേഴ്സിന്റെ ജോലിയാണ്. സോ വെക്ടേഴ്സ് ആർ ഹാവിംഗ് ലോട്ട് ഓഫ് റോൾസ്. സോ ഇൻ ഓർഡർ ടു പെർഫോം ദി പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ they need to have following features. കുറെ ഫീച്ചേഴ്സ് വേണം. 1, സ്മോൾ സൈസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഹാസ് ടു മൂവ് ഫ്രം വൺ ഓർഗാനിസം ടു അനദർ. ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലോട്ട് പോവുകയും, അതുപോലെ റീകോംബിനന്റ് DNA ടെക്നോളജി എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ വെക്ടർ ചെറിയ സൈസ് ആയിരിക്കണം. സോ a smaller size is an optimum feature of a vector. Second one, as I told you, vectors should be capable of doing multiplication. എങ്ങനെയാണ് DNA മൾട്ടിപ്ലൈ ചെയ്യുന്നത്? വെക്ടർ ഈസ് എ DNA. വെക്ടറിനകത്ത് നമ്മളൊരു ജീൻ ചേർത്ത് വെച്ചാലും അതും അപ്പോഴും DNA തന്നെയാണ്. സോ വെക്ടർ ഹാസ് ടു മൾട്ടിപ്ലൈ. അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻ ഓർഡർ ടു ഡു റെപ്ലിക്കേഷൻ ഇറ്റ് ഹാസ് ടു നീഡ് എ റീജിയൻ. ഒരു റീജിയൻ അതിന് വേണം. ഏതാണത്? ഒറിജിൻ. ഒറിജിൻ എന്നുള്ള ഭാഗത്തു നിന്നാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ it should have a region called origin. അവിടെയാണ് പോളിമറൈസും അല്ലെങ്കിൽ റെപ്ലിസോം എന്ന് പറയുന്ന റെപ്ലിക്കേഷനെ സഹായിക്കുന്ന എൻസൈം യൂണിറ്റുകൾ വന്ന് ബൈൻഡ് ചെയ്യേണ്ടത് ഒറിജിനിലാണ്. അപ്പോൾ അതുകൊണ്ട് there should be an origin. രണ്ടാമത്തത്, it should have multiple cloning site. എന്താണത് multiple cloning site? So last day we discussed about ഒരു റൗണ്ടഡ് DNA ആണ്. റൗണ്ടഡ് ആയിട്ടുള്ള സർക്കുലർ DNA ആയിരിക്കും വെക്ടർ. ആ വെക്ടറിന് അകത്തോട്ട് നമ്മളൊരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം. വി ഹാവ് ടു ആഡ് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ടു എ വെക്ടർ. ഹൗ ക്യാൻ വി ഡു ഇറ്റ്? ആദ്യം വി ഹാവ് ടു കട്ട് ദ വെക്ടർ. വെക്ടറിനെ ഒരു പൊസിഷനിൽ മുറിക്കണം. പല പൊസിഷനിലല്ല, റൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ ഒരു പൊസിഷനിൽ നമ്മൾ കട്ട് ചെയ്താൽ അത് ലീനിയർ ആവും. ആ കട്ട് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കയറ്റി വെക്കണം. അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഹൗ ക്യാൻ വി കട്ട് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്? എങ്ങനെ ഒരു വെക്ടറിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും? ഒറ്റ വഴിയേ ഉള്ളൂ, റെസ്ട്രിക്ഷൻ എൻസൈം. എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈം? ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഉണ്ടെങ്കിൽ അവിടെ മാത്രം അത് കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ക്ലോണിങ് സൈറ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ആ വെക്ടറിനകത്തുള്ള ഒരു ഭാഗത്ത് കുറേ അധികം
എൻസൈംസ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന റെസ്ട്രിക്ഷൻ സൈറ്റുകൾ കാണും. മൾട്ടിപ്പിൾ എൻസൈംസിന് കട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ റെസ്ട്രിക്ഷൻ സൈറ്റുകൾ ഒന്നിച്ച് ഒരിടത്ത് ചേർന്ന് വരും. അതിന്റെ പേരാണ് മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ്. വാട്ട് ഈസ് ക്ലോണിംഗ്? അഡിഷൻ ഓഫ്. എന്താണ് ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ? ആഡിങ് എ ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് DNA വെക്ടറിലോട്ട് ചേർക്കുന്ന പ്രോസസ്സാണ് ക്ലോണിംഗ്. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അതിനെ ക്ലോണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ് എന്ന് വെച്ചാൽ അഡിഷൻ ഓഫ് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ടു വെക്ടർ ആൻഡ് മൾട്ടിപ്ലൈങ്, അതാണ് ക്ലോണിംഗ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഹോസ്റ്റ് ജീൻ അതിനകത്തോട്ട് ചേർക്കണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം? മൾട്ടിപ്പിൾ റെസ്ട്രിക്ഷൻ സൈറ്റുകൾ വേണം. പക്ഷെ എന്താണ്, ഒരു എൻസൈമിന് ഒരിടത്തേ പാടുള്ളൂ. എന്താ കാര്യം അത്? ബിക്കോസ് ആസ് ഐ ടോൾഡ് യു, വെക്ടർ ഈസ് എ സർക്കുലർ ജീൻ. സർക്കുലർ ആയിട്ടുള്ള ഒരു ജീൻ ആയിരിക്കും വെക്ടർ. അപ്പൊ അതില് ഒരു സ്ഥലത്ത് മുറിച്ചാൽ അത് ലീനിയർ ആവും. പക്ഷെ മൾട്ടിപ്പിൾ സ്ഥലത്ത് മുറിച്ചാൽ അത് ഫ്രാഗ്മെന്റ് ആയി പോകും. അപ്പൊ അങ്ങനെ പാടില്ല. സോ ഇറ്റ് ഷുഡ് ഹാവ് ഓൺലി വൺ സൈറ്റ്. ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഒരു സൈറ്റേ കാണാവുള്ളൂ. പിന്നെ ഒന്ന് സെലക്ടബിൾ മാർക്കർ ജീൻ. എന്താണ് ഈ മാർക്കർ ജീൻ? സി, ഞാനൊരു വെക്ടർ എടുത്തു. ആ വെക്ടറിനകത്തോട്ട് ഒരു ജീനിനെ കയറ്റിവിട്ടു. ജീനിനെ കയറ്റിയിട്ടിട്ട് ആ വെക്ടറിനെ നമ്മൾ എന്താണ്, ഏത് ഓർഗാനിസത്തിനാണോ ഈ ജീൻ എഫക്ട് ചെയ്യേണ്ടത്, എഫക്ടർ ഏത് ഓർഗാനിസത്തിനകത്തോട്ടാണോ ഈ ജീനിന്റെ എക്സ്പ്രഷൻ വേണ്ടത്, അല്ലെങ്കിൽ ഏതാണോ ഹോസ്റ്റ് ഓർഗാനിസം അതിനകത്തോട്ട്, റെസിപ്പിയന്റ് ഓർഗാനിസം ഏതാണോ അതിനകത്തോട്ട് ഞാൻ ഈ വെക്ടറും ജീനും കൂടെ ഉള്ള സാധനത്തെ കയറ്റിവിട്ട് കഴിയുമ്പോൾ ഐ എം നോട്ട് ഷുവർ, ഇതെല്ലാം മൈക്രോബിയൽ വളരെ ചെറിയ സബ്സ്റ്റൻസുകളാണ്. അതിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. പിന്നെ എന്താണ് ലൊക്കേറ്റ് ചെയ്യാനുള്ള മാർഗം? ഈ ജീൻ അങ്ങോട്ട് അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ, റെസിപ്പിയന്റിനകത്തോട്ട് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്നൊരു മാർക്കർ കാണിക്കണം. എന്താണ് മാർക്കർ? സി, ഈ വെക്ടർ റീകോമ്പിനേഷൻ നടന്നു, എന്നിട്ട് അത് ഹോസ്റ്റ് ഓർഗാനിസത്തിൽ പോയി കഴിയുമ്പോൾ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാണിക്കണം? ഒരു മാർക്കർ ജീനെ എക്സ്പ്രസ് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് സെലക്ടബിൾ മാർക്കർ ജീൻ, സെലക്ടബിൾ മാർക്കർ. പിന്നെ ഇത്രയാണ് പ്രധാനപ്പെട്ട ഈ 4 ഫീച്ചർ മാത്രം നിങ്ങൾ അറിയണം. ഒന്ന്, സ്മോൾ സൈസ്, ഇറ്റ് ഷുഡ് ഹാവ് എൻ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഇറ്റ് ഷുഡ് ഹാവ് മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ് ആൻഡ് സെലക്ടബിൾ മാർക്കർ ജീൻ. സി, ദിസ് ഇസ് എ പ്ലാസ്മിഡ്. സി, ദിസ് ഇസ് ദി, നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ ഒരു റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മാത്രം വരച്ചാൽ മതി. ദിസ് ഇസ് എ പ്ലാസ്മിഡ് ആൻഡ് ദിസ് ഇസ് കോൾഡ് ഒറിജിൻ. എന്താണത്? DNA-യുടെ ഒരു സ്ഥലമാണ് ഒറിജിൻ ഫോർ ബൈൻഡിങ് ദി DNA പോളിമറൈസ്, റെപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടി. അതിനകത്തൊരു പ്രൊമോട്ടർ വേണം. ചിലപ്പോൾ അത് ജീൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒരു പ്രൊമോട്ടർ അതിനകത്ത് വേണം. ഇതാണ് മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ്. കണ്ടോ? ഇത്രയും റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇത്രയും ഭാഗത്ത് ഇത്രയും റീജിയനിൽ ഇത്രയും എൻസൈമിന് ഇവിടെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ്. സെലക്ടബിൾ മാർക്കർ ആയിട്ട് ഇവിടെ ഉള്ളത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. എന്താണത്? ഇതിനകത്ത് ഒരു ജീൻ കയറി കഴിഞ്ഞാൽ, ഇതിനകത്തൊരു ജീനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് കിട്ടും? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ആക്റ്റീവ് ആവും. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു വെക്ടറിന്റെ ഫീച്ചേഴ്സ്. അപ്പം വാട്ട് ഈസ് വെക്ടർ? ഇറ്റ്സ് എ DNA ഫ്രാഗ്മെന്റ്. എങ്ങനത്തെ? സർക്കുലർ DNA. എന്താണ് അതിന്റെ പ്രത്യേകത? ജീൻ ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ജീൻ ആഡ് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ് ഉള്ളതുകൊണ്ട് കട്ട് ചെയ്ത് ജീൻ ആഡ് ചെയ്യാൻ പറ്റും. എന്താണ് അതിന് വേണ്ടത്? ഒറിജിൻ വേണം. പിന്നെ എന്ത് വേണം? ഒരു പ്രൊമോട്ടർ സൈറ്റ് ഉണ്ടെങ്കിൽ വേണം. പിന്നെ എന്താ വേണ്ടത്? സെലക്ടബിൾ മാർക്കർ വേണം. അതെന്താണ്? ഒരു ജീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ റീകോമ്പിനേഷൻ നടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള മാർക്കർ ജീൻ എക്സ്പ്രസ് ചെയ്യും. അതാണ് എന്താണ്? സെലക്ടബിൾ മാർക്കർ ജീൻ. പിന്നെ എന്താ വേണ്ടത്? സ്മോളർ സൈസ് ആയിരിക്കണം. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെക്ടർ. Now, what a vector do? See this diagram. This is a plasmid vector. Okay. Now, this is a gene of antibiotic resistance. അതിനെന്തുണ്ട്? ഇക്കോആർഎൻ എൻസൈം ഉണ്ട്. ഇക്കോആർഎൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ റെസ്ട്രിക്ഷൻ എൻസൈം. വിത്ത് ദ റെസ്ട്രിക്ഷൻ എൻസൈം ഐ എം കട്ടിങ് എ ഫോറിൻ DNA. ഏത് DNA ആണോ ചേർക്കേണ്ടത് അതിനെ നമ്മൾ ഇക്കോആർഎൻ കൊണ്ട് കട്ട് ചെയ്യുന്നു. അതേ എൻസൈം ഉപയോഗിച്ച് ഈ വെക്ടറിനെയും കട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? രണ്ടിലും ഓരോ സ്റ്റിക്കി എൻഡ് വന്നു. കണ്ടോ? 2 സ്റ്റിക്കി എൻഡ്. ഇവിടെ ഒരു സ്റ്റിക്കി എൻഡ് ഉണ്ട്, ഇതിലൊരു സ്റ്റിക്കി എൻഡ് ഉണ്ട്. അതിനെ ഒന്നിച്ച് ചേർത്ത് ലൈഗേറ്റ് ചെയ്തു. അതിനെ ഒന്നിച്ച് ചേർത്ത് ലൈഗേസ് കൊടുത്തപ്പോൾ അതെന്ത് ചെയ്തു? ഒന്നിച്ചായി. ഒന്നുകൂടെ, ദിസ് എ പ്ലാസ്മിഡ് ദാറ്റ് ഈസ് ഹാവിംഗ് എ സൈറ്റ് ഫോർ ഇക്കോആർ1. ഇറ്റ്സ് ഹാവിംഗ് ജീൻ റെസിസ്റ്റൻസ് ജീനും ഉണ്ട്. ഒരു ഫോറിൻ DNA കൊണ്ടുവരുന്നു. വെക്ടറിനെയും ഫോറിൻ DNA നമ്മൾ ഇക്കോആർ1 എൻസൈം വെച്ച് കട്ട് ചെയ്യുന്നു. സോ ബോത്ത് പ്രൊഡ്യൂസ്ഡ് സ്റ്റിക്കി എൻഡ്സ് ഓഫ് സിമിലർ പാറ്റേൺ. എന്നിട്ട് അതിനെ ഒന്നിച്ച് അത് രണ്ടിനെ ഒന്നിച്ച് ചേർത്ത് നമ്മൾ ലൈഗേഷൻ നടത്തിയപ്പോൾ, ലൈഗേസ് എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ ദേ ബിക്കം സർക്കുലർ DNA. Now the circular DNA we inserted into bacteria. അതിനെന്ത് ചെയ്തു? നമ്മൾ ബാക്ടീരിയക്കകത്തോട്ട് ചേർത്തു. ഓക്കെ. എന്നിട്ട് ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ബാക്ടീരിയ ഒരു മീഡിയത്തിനകത്ത് പ്ലേറ്റ് ചെയ്യുമ്പോൾ
ആ പ്ലേറ്റ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുത്തിരുന്നു? ആന്റിബയോട്ടിക് കൂടെ കൊടുത്തു. അപ്പോൾ ആന്റിബയോട്ടിക് ജീൻ ഇതിനകത്തുണ്ട്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ അത് എപ്പോഴാണ് ആക്റ്റീവ് ചെയ്യുന്നത്? ഓൺലി വെൻ ദിസ് ഇസ് ജീൻ ഇൻസേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണുള്ളൂ. അപ്പോൾ ഈ ബാക്ടീരിയൽ കോളനികളിൽ ഏതിനൊക്കെയാണോ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടിയത് അത് മാത്രം ഈ പ്ലേറ്റിൽ ജീവിക്കും. അപ്പോൾ അതാണ് എന്തിന്റെ പ്രത്യേകത? സെലക്ടബിൾ മാർക്കർ എന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് എല്ലാം ട്യൂബിനകത്തും ചെറിയ പിപ്പറ്റ്സിനകത്തും ട്യൂബിനകത്തും ഒക്കെ ചെയ്യുന്നതാണ്. അതിനകത്ത് ഏതൊക്കെ സക്സസ്ഫുൾ കോളനി ആവും എന്നുള്ളത് ഇസ് ബേസ്ഡ് ഓൺ ദർ എക്സ്പ്രഷൻ. എങ്ങനെ ആന്റിബയോട്ടിക് ഇതാ നമ്മൾ പറഞ്ഞ സെലക്ടബിൾ മാർക്കർ എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, നൗ വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് വെക്ടർ? ഒന്ന്, ഇറ്റ് ഷുഡ് ഏബിൾ ടു റെപ്ലിക്കേറ്റ് ഓട്ടോമോണസിൽ, സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സൈസ് ഷുഡ് ബി ലെസ് ദാൻ 10 kb സൈസ്. ഷുഡ് ബി ഈസി ടു ഐസൊലേറ്റ് ആൻഡ് പ്യൂരിഫൈ. വെക്ടറിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ, ഓർഗാനിസത്തിനകത്ത് നിന്ന് വെക്ടറിനെ ഐസൊലേറ്റ് ചെയ്ത് എളുപ്പമായിരിക്കണം. ദെൻ ഹോസ്റ്റിനകത്തോട്ട് ആ വെക്ടറിനെ കയറ്റിവിടാൻ എളുപ്പമായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് സ്യൂട്ടബിൾ മാർക്കർ ജീൻ, സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കേഴ്സ് ഉണ്ടാവണം. അതിന് യുണീക്ക് സൈറ്റ് വേണം. എന്തിനു വേണ്ടിയാണ്? റെസ്ട്രിക്ഷൻ സൈൻസിന്റെ യുണീക്ക് സൈറ്റ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. സോ ദിസ് ഇസ് എ ടിപ്പിക്കൽ പ്ലാസ്മിഡ് വെക്ടർ. ഈ ഡയഗ്രാം ഒന്ന് വരച്ചോണം, ഒരു വെക്ടറിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചോണം. ദിസ് ഇസ് എ ടിപ്പിക്കൽ പ്ലാസ്മിഡ് വെക്ടർ. നൗ what is it? It's a cloning vehicle. So major type of what is plasmid? Plasmids are the extra chromosomal DNA of bacteria. They can be used for as a vector. Because why they can be used as a vector? Because they are having unique multiple restriction sites. They are having bacterial origin of replication. They have resistant genes as selectable markers. They are capable of replication, and their size is less than 10 kilobytes. 10 kb ആയതുകൊണ്ടാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയത്. Now, one of the example for this plasmid is called a TI plasmid. I think you can turn to your page number 74. 74th പേജിൽ you can see a diagram that is called a TI plasmid. What is this TI plasmid? This is called a tumor inducing plasmid. You are aware of two plants. നിങ്ങൾക്ക് വയണ ഇല അറിയാൻ പറ്റും. വയണയുടെ ലീഫിന്റെ അടിയിൽ you can see some tumor formation. ചില ട്യൂമർ ഉണ്ടാവാറുണ്ട്. അതുപോലെ റൈസോബിയം റൂട്ട് നോഡ്യൂൾസ് ഉണ്ടാവുന്നത്. How root nodules are produced? Nitrogen fixing bacteria will be attacking the roots. അതുകൊണ്ട് തന്നെ റൂട്ടിൽ ചില ട്യൂമേഴ്സ് ഉണ്ടാവും. ആ ട്യൂമേഴ്സ് ആണ് നമ്മൾ റൂട്ട് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. ആ റൂട്ട് നോഡ്യൂൾസിൽ എന്താണ് പ്രത്യേകത? ദീസ് റൂട്ട് നോഡ്യൂൾസ് ആർ എക്സ്ട്രാ ഗ്രോത്ത് ഓഫ് ദി റൂട്ട്. റൂട്ടിന്റെ എക്സ്ട്രാ ഗ്രോത്ത് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ വയണയുടെ അടിയിലുള്ള ഗ്രോത്ത് ആയാലും മാവ്, ചില സീസണിൽ മാവിന്റെ ഇലയുടെ അടിയിൽ കടുക് പോലത്തെ ചില സ്ട്രക്ചർ ഇരിക്കും, കണ്ടിട്ടുണ്ടാവും. ദീസ് ആർ ഓൾ എക്സ്ട്രാ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. പ്ലാന്റിൽ നിന്ന് വരുന്ന എക്സ്ട്രാ ഗ്രോത്ത് ആണ്. എങ്ങനെയാണ് ഒരു പ്ലാന്റിൽ എക്സ്ട്രാ ഗ്രോത്ത് വരുന്നത്? ദാറ്റ് ഈസ് ബൈ പ്ലാന്റിനെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെ ചെയ്യിപ്പിക്കുന്നു? ഏതോ ഓർഗാനിസത്തിന്റെ ചില ജീനുകൾ ഈ പ്ലാന്റ്സിനകത്ത് കയറി കൂടിയിട്ട് അതെന്ത് ചെയ്യുന്നു? പ്ലാന്റിനെ കൊണ്ട് സെല്ല് ഡിവൈഡ് ചെയ്യിപ്പിച്ച് അവിടെ ചില ട്യൂമർ ഫോർമേഷൻ നടത്തുന്നു. നൗ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ് അഗ്രോബാക്ടീരിയം ടൈപ്പ് ബാക്ടീരിയ. അഗ്രോബാക്ടീരിയം റൈസോജീൻസ് എന്ന് പറഞ്ഞാൽ റൂട്ടിലുള്ളതും അഗ്രോബാക്ടീരിയ ട്യൂമിഫേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ലീഫിനകത്ത് വരുന്നതാണ്. അപ്പോൾ രണ്ട് പ്ലാസ്മിഡ് ഉണ്ട്. അഗ്രോബാക്ടീരിയൻ ടൈപ്പ് ബാക്ടീരിയയ്ക്ക് അതിനകത്തുനിന്ന് ജീനു ഫ്രാഗ്മെന്റ്സിനെ പ്ലാന്റ്സിനകത്തോട്ട് കടത്തിവിടാൻ കഴിവുണ്ട്. സോ അപ്പോൾ അതെന്താണ്? അഗ്രോബാക്ടീരിയത്തിന്റെ പ്ലാസ്മിഡ് ആണ് ഇത് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് TI പ്ലാസ്മിഡ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിനകത്ത് വരുന്ന പ്ലാസ്മിഡുകളുടെ പേരാണ് TI പ്ലാസ്മിഡ്. അതുപോലെ അഗ്രോബാക്ടീരിയം റൈസോജീൻസിനുള്ളത് RI പ്ലാസ്മിഡ് എന്നും പറയും. ഈ രണ്ട് പ്ലാസ്മിഡിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയോ? ദാറ്റ് ഇസ് കോൾഡ് TDN. എന്താണ്? നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കി അറിയാം. ദർ ഇസ് എ റീജിയൻ കോൾഡ് T റീജിയൻ. ആ T റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റീജിയൻ ഈസ് കോൾഡ് T റീജിയൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ DNA. എന്താണ് ട്രാൻസ്ഫർ DNA? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിൽ TDNA എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫർ DNA. എന്താണ് അതിന്റെ പ്രത്യേകത? ഈ ട്രാൻസ്ഫർ DNAയുടെ രണ്ട് സൈഡിലും ഒരു 25 BP ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ട്രാൻസ്ഫർ DNAയുടെ രണ്ട് സൈഡിലും, ട്രാൻസ്ഫർ DNAയുടെ രണ്ട് എൻഡിലായിട്ട് നിങ്ങളെ ഡയഗ്രാം നോക്കി അറിയാം, ഒരു 25 ബേസ് പെയറിന്റെ റിപ്പീറ്റ്സ് ഉണ്ട്. എന്താണ് ട്രാൻസ്ഫർ DNA? ബാക്ടീരിയൽ പ്ലാസ്മിഡിന്റെ അകത്തുള്ള ഒരു ചെറിയ ഭാഗമാണ് ട്രാൻസ്ഫർ DNA അല്ലെങ്കിൽ TDNA.
ആ TDNA രണ്ട് സൈഡിൽ 25 BP ഫ്രാഗ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ 25 BP ഫ്രാഗ്മെന്റ് രണ്ട് സൈഡിൽ 25 BP ഉള്ള ഈ ഒരു DNA ഫ്രാഗ്മെന്റ് ആണ് ഈ ബാക്ടീരിയയിൽ നിന്ന് പ്ലാന്റിനകത്തോട്ട് ചാടിപ്പോകുന്നത്. അത് അങ്ങോട്ട് ചെന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റിനെ ഡിവൈഡ് ചെയ്യിപ്പിച്ചിട്ട് ക്രൗൺ ഗോളും റൂട്ട് നോഡ്യൂളും ഒക്കെ ഉണ്ടാക്കിപ്പിക്കുന്നത്. സോ ബാക്ടീരിയൽ പ്ലാസ്മിഡ്, ദിസ് ടി ഐ പ്ലാസ്മിഡിന്റെ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പല വെക്ടേഴ്സും പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ഈ പറഞ്ഞ TDNA ബാക്ടീരിയയിൽ നിന്ന് പ്ലാന്റിനകത്തോട്ട് പോകുമ്പോൾ ഈ TDNAക്കകത്ത് എന്താണുള്ളത്, രണ്ട് സൈഡിൽ 25 BPയുടെ ഒരു ഫ്രാഗ്മെന്റ് ഉണ്ട്. അത് TDNAയുടെ മാർക്കറാണ്. അതാണ് TDNA പോകുന്നു എന്നുള്ളതിന്റെ ഉറപ്പ്. എന്നാൽ ഈ TDNAക്ക് അകത്തുള്ള ചില ജീൻസിൽ ഒപ്പൈൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് അമിനോ ആസിഡ് ഉണ്ടാക്കും. ഒപ്പൈൻസ്, OPINS, ഒപ്പൈൻസ്. അത് ദേ ആർ കോൾഡ് അമിനോ ആസിഡ് ഷുഗർ കോൺജുഗേറ്റ്സ്. അതെന്താണ്? അമിനോ ആസിഡ് ഷുഗർ കോൺജുഗേറ്റ് ആണ്. ഒപ്പൈൻസിന്റെ പ്രത്യേകത എന്താണ്? അത് പ്ലാന്റ്സിനകത്ത് ചെന്നാൽ, അത് പ്ലാന്റ്സിനകത്ത് ഒപ്പൈൻ്റെ ജീൻ നോർമലി പ്ലാന്റ്സിനകത്തില്ല. പിന്നെ എവിടെ നിന്നാണ് വന്നത്? ഈ ബാക്ടീരിയയിൽ നിന്ന് വന്നതാണ്. ഈ ഒപ്പൈൻ ജീൻ വെൻ ഇറ്റ് കെയിം ടു ദ പ്ലാന്റിനകത്ത് അത് എന്ത് ചെയ്യും? പ്ലാന്റിനകത്ത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എക്സ്ട്രാ ക്രോമസോമൽ ജീൻസ്. പ്ലാന്റിനകത്ത് ഒപ്പൈൻ ജീൻ വന്നപ്പോൾ പ്ലാന്റിനകത്ത് അത് ഒപ്പൈൻ ഉണ്ടാക്കി. ഒപ്പൈൻ വന്നു കഴിഞ്ഞപ്പോൾ ആ സെൽസ് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എന്തുണ്ടായത്? ക്രൗൺ ഗാൾ ഉണ്ടായി. ആ ഗാളിനകത്ത് ബാക്ടീരിയ സമാധാനമായിട്ട് ജീവിക്കും. അടുത്ത ബാക്ടീരിയൽ കോളനി ഉണ്ടായി അവിടെ ജീവിക്കും. സോ ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ TI plasmid. ഇവിടുത്തെ പ്രത്യേകത നമുക്ക് എന്താണ്? TI plasmid is a plasmid. TI plasmid is an example for plasmid vectors. Why? They are having a TDNA. ബാക്കി എല്ലാ പ്രോപ്പർട്ടി ഉണ്ട്. സെലക്ടബിൾ മാർക്കർ ഉണ്ട്, ഒപ്പൈൻ ഉണ്ട്, പിന്നെ എന്താണ്, ഓക്സിൻ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഭാഗമുണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് TI plasmid is used in ജീൻ ട്രാൻസ്ഫോർമേഷൻ സ്റ്റഡീസ്. അപ്പോൾ TI പ്ലാസ്മിഡ് ഇങ്ങനെ പ്ലാന്റിൽ ഉള്ളതിൽ നിന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാസ്മിഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ TI പ്ലാസ്മിഡിന്റെ പ്രത്യേകത 25 ബേസ് പെയറിന്റെ ഇടയിൽ 25 രണ്ട് സൈഡിലും TI പ്ലാസ്മിഡിൽ ട്രാൻസ്ഫർ DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാസ്മിഡ് ഒരു ഓർഗാനിസത്തിൽ കയറുന്നു. ഒരു ഓർഗാനിസത്തിൽ ചെന്ന് കഴിയുമ്പോൾ TDNA മാത്രം അതിൽ നിന്ന് ആ പ്ലാസ്മിഡിൽ നിന്ന് ഇറങ്ങി പ്ലാന്റിന്റെ ജീനോമുമായിട്ട് ചെന്നങ്ങ് ചേരും. അപ്പൊ ഇവിടെ കേൾക്കണം ഒന്നുകൂടെ. ഒരു ബാക്ടീരിയ ഒരു പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്നു. ബാക്ടീരിയയിൽ നിന്ന് പ്ലാസ്മിഡ് പ്ലാന്റ് സെല്ലിനകത്ത് എത്തുന്നു. ആ പ്ലാന്റ് സെല്ലിനകത്തുള്ള പ്ലാസ്മിഡിൽ നിന്ന് TDNA മാത്രം ലിഫ്റ്റ് ചെയ്ത് TDNA മാത്രം അവിടെ നിന്ന് എവിടെ പോകുന്നു? പ്ലാന്റ് ജീനോമിലോട്ട് ചേരുന്നു. പ്ലാന്റ് ജീനോമുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുമ്പോൾ ആ പ്ലാന്റ് സെൽ എന്ത് ചെയ്യുന്നു? ഒപ്പൈൻ ഉണ്ടാക്കുന്നു. അതോടൊപ്പം സൈറ്റോകൈൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു, ഓക്സിൻ ഉണ്ടാക്കുന്നു. അതിന്റെ ഫലമായിട്ട് ആ സെൽസിൽ എക്സ്ട്രാ ക്രോമസോമൽ ഗ്രോത്ത് നടക്കുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്? പ്ലാസ്മിഡിൽ നിന്ന് ഒരു ജീൻ അങ്ങോട്ട് പോയി. എവിടത്തെ ജീനാണ്? ബാക്ടീരിയയിലെ ജീനാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇതെന്താണ്? ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ TI പ്ലാസ്മിഡിന്റെ അകത്തുള്ള 25 ബേസ് പെയർ റിപ്പീറ്റ് ഉള്ള ഒരു ഫ്രാഗ്മെന്റ് ആണ് TDNA. ആ TDNAയുടെ അകമയുള്ള ജീൻസ് ഒക്കെ മാറ്റി നമുക്ക് പ്രയോജനമുള്ള ചില ജീൻസ് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമുക്ക് വേണ്ട ജീനിനെ ഒരു ഹോസ്റ്റിൽ നിന്ന് റെസിപ്പിയന്റിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ? സോ ആ ടെക്നോളജി അതിനുവേണ്ടി യൂസ് ചെയ്താണ് എന്താണ്? TI പ്ലാസ്മിഡ്. സോ TI പ്ലാസ്മിഡ്സ് ആർ യൂസ്ഡ് ആസ് എ വെക്ടർ. ഇനി അടുത്ത ഒരു വെക്ടറാണ് കോസ്മിഡ് വെക്ടർ എന്ന് വെച്ചാൽ ഫേജ് ബേസ്ഡ് വെക്ടർ, വൈറസ് വെക്ടേഴ്സ്. എന്താണ് വൈറൽ വെക്ടേഴ്സിന്റെ വെക്ടർ? അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ബാക്ടീരിയൽ വെക്ടേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്മിഡ് വെക്ടേഴ്സ്, ദേ ആർ ഒറിജിനേറ്റഡ് ഫ്രം ബാക്ടീരിയ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈറൽ വെക്ടേഴ്സ്. ദീസ് ആർ വെക്ടേഴ്സ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം വൈറസ്. എന്തൊക്കെയാണ് വൈറസ് ഉള്ളത്? ഫേജ്. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫേജ് വെക്ടർ. എന്താണ് ഫേജ്? ലാംഡ ഫേജ് ഉണ്ട്, T4 ഫേജ് ഉണ്ട്, M13 ഫേജ് ഉണ്ട്. ഇങ്ങനെ പല ഫേജുകളുണ്ട്. അപ്പോൾ ആ ഫേജിന്റെ DNA നമുക്ക് വെക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. എന്താണ് അതിന്റെ പ്രത്യേകത? ഒരു ബാക്ടീരിയൽ പ്ലാസ്മിഡിന് ക്യാരി ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ജീൻസിന് അതിന് ക്യാരി ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ക്യാരി മോർ ജീൻസ് ദാൻ ദാറ്റ് ഓഫ് എ പ്ലാസ്മിഡ് ജീൻ. ദെൻ അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്ന് പറഞ്ഞ് ഒരു ക്യാപ്സിഡിനകത്ത് നിൽക്കാൻ പറ്റുന്ന അത്രയും. എന്താണ് ക്യാപ്സിഡ്? വൈറൽ ജീനോമിനെ കവർ ചെയ്യുന്ന സാധനമാണ് ക്യാപ്സിഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ക്യാപ്സിഡിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും സൈസുള്ള ഒരു വെക്ടർ ആവാൻ പറ്റുള്ളൂ. അതതിന്റെ ഒരു ഡീമെറിറ്റുമാണ്. അപ്പൊ അതുകൊണ്ട് ഫേജ് DNA, അതായത് ലാംഡ ഫേജിനുള്ള ഫേജിന്റെ DNA പ്ലാസ്മിഡിന്റെ DNA ചേർത്തുകൊണ്ട് ചില പുതിയ വെക്ടേഴ്സ് ഉണ്ടാക്കി. അതിലൊന്നാണ് കോസ്മിഡ്. എന്താണ് കോസ്മിഡ്? ദാറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഫേജ് ആൻഡ് പ്ലാസ്മിഡ് വെക്ടേഴ്സ്. എന്താണ് അവിടുത്തെ പ്രത്യേകത? എന്താണ് കോസ്മിഡ് എന്ന് പറയാൻ പറയുന്നത്?
ഫേജിനകത്ത് കോസൈറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഫേജിന്റെ DNA ബാക്ടീരിയോ ഫേജിന്റെ DNA കോസ്മിഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. COS എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷന് പറയുന്ന പേരാണ് കോസൈറ്റ് അല്ലെങ്കിൽ കോസ് ജീൻ. അപ്പൊ അങ്ങനെ ഒരു പ്ലാസ്മിഡിനകത്തോട്ട്, സോ ദിസ് എ പ്ലാസ്മിഡ്, ഇതൊരു പ്ലാസ്മിഡ് DNA ആണ്, അതിനകത്തോട്ട് കോസ് ജീൻ മാത്രം ആഡ് ചെയ്തപ്പോൾ അത് കോസ്മിഡ് ആയിട്ട് മാറി. ഇങ്ങനെയുള്ള വെക്ടേഴ്സ് എങ്ങനെയാണ് ഉണ്ടായത്? They are by the combination of bacterial DNA and viral DNA. They are formed by the combination of bacterial DNA and viral DNA. When this kind of vectors are formed by the combination of two vectors, രണ്ട് ഓർഗാനിസത്തിന്റെ DNA കമ്പൈൻ ചെയ്ത ഒരു വെക്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോസ്മിഡ് വെക്ടേഴ്സ്. They are called as കോസ്മിഡ് വെക്ടേഴ്സ്. കോസ്മിഡ് വെക്ടർ എക്സാമ്പിൾ ഇതിന് പറയുന്ന പേരാണ് ഹൈബ്രിഡ് വെക്ടേഴ്സ്. What are hybrid vectors? Hybrid vectors are formed by the fusion of two DNA. എവിടെ നിന്ന് കിട്ടിയ രണ്ട് ഓർഗാനിസത്തിൽ നിന്നുള്ള DNA ചേർത്ത് ഒരു വെക്ടർ ഉണ്ടാക്കിയാൽ അതിന് പറയുന്ന പേരാണ് കോസ്മിക് വെക്ടർ. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തുണ്ടാക്കിയ ഒരു വെക്ടറാണ് ഫാസ്മിഡ് വെക്ടർ. എന്താണ് ഫാസ്മിഡ്? എന്താണ് പ്രത്യേകത? ഈ കോസ്മിഡ് വെക്ടറും പ്ലാസ്മിഡ് വെക്ടറും ബാക്ടീരിയയാണ് അതിന്റെ ഇന്റർമീഡിയറ്റ് ഓർഗാനിസം. ബാക്ടീരിയക്കകത്ത് മാത്രമേ അത് മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. എന്നാൽ അത് കഴിഞ്ഞുണ്ടായ ഒന്നാണ് ഫാസ്മിഡ് വെക്ടർ. എന്താണ് ഫാസ്മിഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ? ഐ തിങ്ക് ഈ പ്രസന്റേഷനിൽ ഇല്ല. ഫാസ്മിഡ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയക്കകത്തും ഫേജിനകത്തും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഒറിജിനുള്ള, അതും എന്താണ് കമ്പൈൻഡ് വെക്ടേഴ്സ് ആണ്, അതും ഹൈബ്രിഡ് വെക്ടേഴ്സ് ആണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വിച്ച് ക്യാൻ ബി ഫങ്ഷണൽ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയക്കകത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? ഫേജിനകത്തും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒറിജിനുള്ള വെക്ടേഴ്സിന് പറയുന്ന പേരാണ് എന്താണ്? ഫാസ്മിഡ് വെക്ടേഴ്സ്. PHAS ഫാസ്മിഡ് വെക്ടേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് in recombinant DNA technology there is plasmid, bacteriophage, cosmid and phagmid. Then there is cutting and joining of DNA molecule, restriction endonuclease, ligase and gene library. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് അറിയേണ്ടത് what are vectors, what are restriction enzymes, പിന്നെ what are the different kinds of vectors അറിയണം, what are T, I plasmids, ഇത് ഇത്രയും അറിയണം.